ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്ന് വ്ളോഗ് 4 ആണ്, ഡേ 4. അപ്പോൾ നമ്മൾ ഇന്ന് എവിടേക്ക് പോണേ ചേട്ടാ? ലുലുവിലൊന്ന് കറങ്ങാനായിട്ട് പോകും. അതെ, അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്താണ് ലുലു വന്നത്. ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് അതായിരിക്കും വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ സേ ഹായ്. ഹായ് പറയും, അത് തന്നെ ഹായ്. അപ്പയും മോനും ഭയങ്കര കളിയാണ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ എത്താറായിട്ടുണ്ട്. കുറച്ചുണ്ടായിരുന്നുള്ളൂ, ഏകദേശം 2 മണിക്കൂറല്ല, 2 കിലോമീറ്റർ തികച്ചില്ല. നല്ല രസമാണ് കേട്ടോ നടക്കാനായിട്ട്. ഈ സമയത്ത് ആണ് ഞങ്ങൾ നടന്നു പോകാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ ടാക്സി വിളിച്ച് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഇവിടെ അടുത്തല്ലേ, അപ്പോൾ എന്തായാലും നടന്നു പോകാമെന്ന്. അതാണോ ചെക്കൻ? ഇതൊരു അമേരിക്കൻ സ്കൂളാണ് കേട്ടോ, വലിയ സ്കൂൾ. അതെന്താ, പള്ളിയാണോ? അതെന്താ ചോദിച്ചേട്ടാ, പള്ളിയാണോ? മുസ്ലിം പള്ളി അല്ലേ? ഓക്കെ ഓക്കെ. പോടാ ബാക്കില്. കൊച്ചിന്റെ ട്രൗസർ പോയി ഗൈസ്. എടാ വള്ളി കെട്ടി കൊടുക്ക് ഫ്രണ്ടില്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ഷർട്ടിൻ്റെ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചു? ഭയങ്കര വെറൈറ്റി പാറ്റേൺ അല്ലേ? ഇതിൻ്റെ റൈറ്റ് സൈഡിലുണ്ടല്ലോ ഒരു ഡോളിൻ്റെ പ്രിൻ്റ് ആണ് കേട്ടോ. ഭയങ്കര വെറൈറ്റി പാറ്റേൺ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനൊരു ഇൻഫ്ലുവറിൻ്റെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ 400 രൂപയ്ക്ക് താഴെ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ. 329 അങ്ങനെ എന്തോ പ്രൈസ് വരുന്നുള്ളൂ. ഭയങ്കര അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ. എനിക്ക് ആകപ്പാട് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, എല്ലാ ഡ്രസ്സും ഞാൻ എടുക്കൽ ലാർജ് സൈസാണ് കേട്ടോ. പക്ഷേ ഇത് ഞാനും അതേപോലെ ലാർജ് സൈസ് എടുത്തു. പക്ഷേ എനിക്ക് മീഡിയം മതിയായിരുന്നു കേട്ടോ ഗൈസ്. എനിക്ക് ചെറിയൊരു ഫിറ്റ് ഇഷ്യൂ ഉണ്ട് കേട്ടോ. എനിക്ക് ഓൾട്ടർ ചെയ്യാനായിട്ട് സമയം ഉണ്ടായിരുന്നില്ല, എനിക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കൊടുത്തതിന് പിന്നെ തിരിച്ച് കിട്ടുമ്പോൾ സമയം ഉണ്ടായിരുന്നില്ല, എനിക്ക് വരണേ വേണമല്ലോ. അപ്പോൾ ഞാനത് റിട്ടേൺ കൊടുത്തില്ല കേട്ടോ. പക്ഷേ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൽ പിങ്കും വൈറ്റാണ് ഞാൻ ഓർഡർ ചെയ്യാൻ വിചാരിച്ചിരുന്നത്, പക്ഷേ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ആകെ ഉണ്ടായിരുന്നത് ഈ ഒരു ബ്ലൂവും വൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചു കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ, ഭയങ്കര അടിപൊളിയാണ്, ഒരു വെറൈറ്റി ലുക്കാണ് കേട്ടോ. എന്തായാലും നിങ്ങളിതിൻ്റെ ലിങ്ക് ചോദിക്കാനായിട്ട് വഴിയുണ്ടതാണ്. ഞാൻ ഈ സ്ക്രീനിൻ്റെ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടിപൊളിയാണ് ഗൈസ്. എന്തായാലും നിങ്ങൾ പോയി വാങ്ങിച്ചോട്ടാ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ലുലു മാൾ എത്തി ഗൈസ്. ഞങ്ങൾ നടന്ന് ഇതാണ് നമ്മുടെ ലുലു മാൾ. ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉണ്ടോ? 2,200. ഓക്കെ. ഇവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ടാക്സി വിളിച്ചിട്ട് പോകുള്ളൂ കേട്ടോ. നടന്ന് ഞങ്ങൾ എക്സ്പീരിയൻസ് നോക്കിയപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയി പോയി. ലുലു മാൾക്ക് കയറുന്നേക്കാളും മുന്നേ അതിൻ്റെ റൈറ്റ് സൈഡിലുണ്ടല്ലോ റമദാൻ ടെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷെഡ് പോലെ കെട്ടിയിട്ട് കുറേ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ ഷോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ കാര്യം എന്നൊക്കെ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെരുന്നാളായിട്ട് സ്പെഷ്യൽ ഓഫറുകൾക്ക് സാധനം വെച്ച് വിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറി നമ്മളും കുറച്ച് പർച്ചേസുകളൊക്കെ ചെയ്തിട്ടോ. നല്ല ഓഫറിന് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അല്ല ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ ലുലുവിലെത്തി ഗൈസ്. ആദ്യമേ തന്നെ ഞങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്ട് കയറിയത്. അവിടെ ചെന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൂസിനെ ഞങ്ങൾ നേരെ തന്നെ ആ ട്രോളി ഉണ്ടല്ലോ ഉന്തണത്, അതിൻ്റെ ഉള്ളിൽ കയറ്റി ഇരുത്തിയിട്ടു. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ താഴത്ത് നിർത്തി കഴിഞ്ഞാൽ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളയും. അപ്പോൾ പിന്നെ നമ്മൾ പിന്നാലെ നടക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരുത്തി കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളല്ലോ. പിന്നെ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഉന്തി നടന്നാൽ മതി. ഞാൻ തന്നെ ഉണ്ടണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ. റിജോ ചേട്ടൻ്റെ കൊടുത്തിട്ട് എനിക്ക് വീഡിയോ എടുക്കാമെന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ. പക്ഷേ അവന് ഒട്ടും സമ്മതിക്കണ്ടായില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലെ വീഡിയോകളൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഞങ്ങൾ ബില്ലടിച്ച് പുറത്തിറങ്ങി കേട്ടോ.
അപ്പോൾ നേരത്തെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞങ്ങൾ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. താഴെ നിന്ന് വാങ്ങിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓഫറിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് റിജു ചേട്ടൻ പോയിക്കാണ്. അപ്പോൾ ആളതൊക്കെ എടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലുലുമാൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലുലുമാളാണ് കേട്ടോ. അപ്പോൾ അപ്പൂസിന് ഇതാ ഒരു വണ്ടി കണ്ടപ്പോൾ ഭയങ്കര വാശി നൂലുളിയായിരുന്നു അതിൽ കയറണമെന്ന് പറഞ്ഞിട്ടോ, ഈ ഒരു ട്രെയിനിൽ. അപ്പം ഞാൻ അവൻ്റെ കൂടെ കയറി, അവനെ തന്നെ ഇരുത്താൻ പറ്റില്ലല്ലോ, അപ്പം ഞാൻ അവൻ്റെ കൂടെ കയറി കേട്ടോ. ഈ ഒരു സെക്ഷനിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കയറിയപ്പോൾ പോലുള്ള എക്സൈറ്റ്മെൻറ്റും ഒരു ഇൻട്രസ്റ്റ് ഒന്നും നമ്മൾ ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഒരു റൗണ്ട് അടിച്ച് കഴിഞ്ഞിട്ട് തിരികെ ഇവിടെ തന്നെ കൊണ്ട് നിർത്തുന്നു. പക്ഷേ ഇതൊന്നൊന്നല്ല, 1 2 3 4 പ്രാവശ്യമെങ്കിലും ഇത് റൗണ്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മതിയായി എന്നുള്ള ചിന്തയായിരുന്നു, എങ്ങനെയും ഒന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ള ചിന്തയായിരുന്നു. കാരണം ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൾക്കാരൊക്കെ ഞങ്ങളെ നോക്കാതെ, പ്രത്യേകിച്ച് എന്നെ. പിന്നെ എൻ്റെ മടിയിൽ കൊച്ചുണ്ട്, കൊച്ചിന് തന്നെ ഇരുത്താൻ പറ്റില്ലല്ലോ എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. അങ്ങനെ ഒരു 2 3 റൗണ്ടൊക്കെ അടിച്ച് എങ്ങനെയും ഒന്നും ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ള ചിന്തയായിരുന്നു കേട്ടോ എനിക്ക്. അങ്ങനെ നമ്മളത് ഈ വണ്ടി നിർത്തി നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മളിത് തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ കുറേ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് ഇനി വീട്ടിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഒരു 2 കിലോമീറ്ററിനുള്ളിൽ ഉണ്ടാവുള്ളൂ ലുലുമാളെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ 2 കിലോമീറ്ററിന് മേലിൽ പോയിട്ടോ, ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാപ്പ് നോക്കിയിട്ടൊക്കെയാണ് വന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ കാറിന് വരാമെന്നുള്ള ഇതായിരുന്നു. പിന്നെ ഞാനാ പറഞ്ഞത് നടന്ന് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നടന്ന് വന്നത്. പക്ഷേ ഇത്രയും ദൂരം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ടൈം ഏകദേശം ഒരു 9:30 ആ ടൈമായിട്ട്. അപ്പോൾ നമ്മളവിടെ എത്തുമ്പോഴേക്ക് ഇനി 10 മണിയൊക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരത്തെ പോവാണ്. ഇനി ഒരു ദിവസം കൂടി വരണം ഇങ്ങോട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ടാക്സിയിൽ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.